ഇപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുള്ള രാജ്യമാണ് UK. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം. നിരവധി ബെനിഫിറ്റുകളാണ് UK-യിൽ സെറ്റിൽ ചെയ്യുന്നത് മൂലം ലഭിക്കുക. എന്നാൽ UK-യിൽ ഒട്ടേറെ ഡിസഡ്വാൻറ്റേജുകളുണ്ട്. 10 നെഗറ്റീവ് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 പ്രധാന ബുദ്ധിമുട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു കൺട്രി, റേഷ്യൽ അബ്യൂസുകൾ വളരെ കുറവ്, എങ്കിലും പറയാതെ വയ്യ. ഏറ്റവും പ്രധാന കാര്യം പലരും സൂചിപ്പിക്കാറുള്ളത് UK-യിലെ കാലാവസ്ഥ തന്നെയാണ്. കൂടിയ തണുപ്പാണ് UK-യിൽ എന്നാണ് പലരും പരാതി പറയാറുള്ളത്. എന്നാൽ 4 മാസക്കാലമാണ് UK-യിൽ കൂടുതൽ തണുപ്പുള്ളത്. ഈ 4 മാസക്കാലം കൂടുതൽ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ചൂട് കൂടിയ രാജ്യങ്ങളിലോട്ട് ഹോളിഡേ പോകുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക. UK-യിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. അവിടെ വീടുകൾക്ക് വില കുറവായതുകൊണ്ട് തന്നെ നിരവധി മലയാളികളാണ് അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നതും. എന്നാൽ ലണ്ടൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ മോഡറേറ്റ് വെതർ തന്നെയാണ്. UK-യിൽ മൈഗ്രേഷൻ വർദ്ധിച്ചതനുസരിച്ച് വീടുകൾ നിർമ്മിച്ചില്ല എന്ന ആക്ഷേപം പൊതുവായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അക്കോമഡേഷൻ പ്രതിസന്ധിയാണ് രാജ്യം ഒട്ടാകെ നേരിട്ടത്. ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളിൽ വീടുകളുടെ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായത്. വീടുകൾ കിട്ടാനില്ലാത്ത സാഹചര്യം. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ക്ലൈമറ്റ് കമ്പാരിറ്റീവ്ലി നല്ലതാണ് ലണ്ടനിൽ. മോഡറേറ്റ് ആയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരും വീട് വാങ്ങി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്. എന്നാൽ വീടുകളുടെ വില സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ക്രമാതീതമായി വർദ്ധിച്ചത് വലിയ ബുദ്ധിമുട്ടുകളാണ് സാധാരണക്കാർക്ക് ഉണ്ടാക്കിയത്. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ തുടങ്ങിയ യൂട്ടിലിറ്റി ബില്ലുകൾ ഏകദേശം ഇരട്ടിയോളം വർദ്ധിച്ചു. ഇത് UK-യിൽ ജീവിക്കുന്നവരുടെ സേവിങ്സിൽ വലിയ കുറവുണ്ടാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന ചെലവ് വർദ്ധിച്ചത് കാർ ഇൻഷുറൻസിന്റെ കാര്യത്തിലാണ്. ഇൻഷുറൻസ് പ്രീമിയം കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഇരട്ടിയോളമായി വർദ്ധിച്ചു. പ്രൈവറ്റ് വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള ചാർജുകളും വർദ്ധിച്ചു. ട്രെയിൻ ടിക്കറ്റുകളുടെ നിരക്കിൽ വലിയ വർധനമാണ് ഈ അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, UK-യിലെ വീടുകളുടെ വാടക ക്രമാതീതമായി വർദ്ധിച്ചു. കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ വീട്ടുവാടക വർധനമാണ് ഇപ്പോൾ UK-യിൽ രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ലണ്ടൻ ഉൾപ്പെടെയുള്ള പ്രധാന സിറ്റികളിൽ വാടക ക്രമാതീതമായി ഉയർന്നത് UK-യിലെത്തുന്ന സാധാരണ ജോലിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വീടുകൾ നിർമ്മിക്കാനുള്ള ഗവൺമെന്റിന്റെ പ്ലാനുകൾ പ്രോപ്പറായി നടപ്പാക്കാനുമായില്ല. ഇതെല്ലാം അക്കോമഡേഷൻ ക്രൈസിസ് UK-യിൽ വർദ്ധിക്കുന്നതിനും കാരണമായി. ധാരാളം പുതിയ ഫ്ളാറ്റുകൾ ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളിൽ നിർമ്മിച്ചു. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഒട്ടേറെ പുതിയ ഫ്ളാറ്റുകളാണ് വന്നത്. വീടുകൾ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറഞ്ഞ വിലയിൽ ഫ്ളാറ്റ് വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെങ്കിലും ആവശ്യത്തിന് വീടുകളും ഫ്ളാറ്റുകളും നിർമ്മിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് വീട് ലഭിക്കുക, ഫ്ളാറ്റ് ലഭിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി മാറി. പ്രധാനപ്പെട്ട സിറ്റി ഏരിയകളിലെല്ലാം സാധാരണക്കാർക്ക് ചെറിയ ജോലികളൊക്കെ കിട്ടുന്ന സാഹചര്യത്തിൽ UK-യിൽ ഫാമിലിയെ കൊണ്ടുവരുന്നതിനും വലിയ തടസ്സങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും കുട്ടികളും ഫാമിലിയുമായി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ UK-യിലെ ജീവിത ചെലവിൽ വലിയ വർധനമാണ് ഉണ്ടായത്. ഏറ്റവും ഉദാഹരണം കൗൺസിൽ ടാക്സിന്റെ കാര്യത്തിലാണ്. നമ്മുടെ നാട്ടില് വേസ്റ്റ് എടുത്ത് പുറത്തു വയ്ക്കുന്നതിന് നമ്മൾ നൽകേണ്ട ചാർജ് പോലെ UK-യിൽ കൗൺസിൽ ടാക്സ് ഉണ്ട്. സിറ്റിയും പരിസര പ്രദേശങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ലോക്കൽ ഗവൺമെന്റ് ആണ് കൗൺസിൽ ടാക്സ് ഈടാക്കുന്നത്. ഇതിൽ വലിയ വർധനമാണ് UK-യിലെ ഓരോ കൗൺസിലുകളും നടപ്പാക്കിയത്. ഇത് സാധാരണക്കാരുടെ കോസ്റ്റ് ഓഫ് ലിവിംഗിൽ വലിയ വർധനമുണ്ടാക്കി. ഇപ്പൊ നമുക്ക് കാണാം, ഇവിടെ 2 ബിൻ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ്. വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിനടുത്തെല്ലാം വേസ്റ്റ് എറിഞ്ഞിട്ട് വളരെയധികം വൃത്തികേടാക്കിയിടുന്ന രീതിയാണ് ഇപ്പോൾ UK-യിലെ പല സിറ്റികളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. സിറ്റികളെല്ലാം വളരെ മോശമായി ഒരു വൃത്തിയും ഇല്ലാത്ത രീതിയിലോട്ട് ആക്കുന്നു. ഇപ്പൊ ഞാൻ നടന്നു വന്ന വഴിക്ക് കാണുന്നതാണ് ഇതുപോലുള്ള സാഹചര്യം. ഇപ്പൊ പൊതുവായി വരുന്ന ഒരു ട്രെൻഡ് കൂടിയാണ്. ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പാർട്ടിയൊക്കെ കഴിഞ്ഞതുപോലെ മദ്യക്കുപ്പികളൊക്കെ റോഡിൽ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോകുന്ന രീതിയെല്ലാം ഇപ്പൊ പൊതുവായിട്ട് കാണുന്നതാണ്. ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടുകളാണ് പൊതുജീവിതത്തിനുണ്ടാക്കുന്നത്. സാധനങ്ങളുടെ വില വർദ്ധിച്ചത് UK-യിലെ എല്ലാ മേഖലകളിലും അതിന്റെ പ്രതിഫലനവും ഉണ്ടായി. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും വളരെയധികം ചാർജുകൾ വർദ്ധിച്ചു. റെസ്റ്റോറന്റുകളിലെ ഭക്ഷണ സാധനങ്ങളുടെയും വിലയിൽ കാര്യമായ വർധനവുണ്ടായി. ഇതെല്ലാം UK-യിലെ ജീവിതത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. സാധാരണ ഫുഡ് ഐറ്റംസ്, പ്രത്യേകിച്ചും മീറ്റ്, ഫിഷ് തുടങ്ങിയ സാധനങ്ങളുടെ വില കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇരട്ടിയോളം വർദ്ധിച്ചു. UK-യിലെ എല്ലായിടത്തും ഇതേപോലെ ധാരാളം ജനറൽ പ്രാക്ടീസുകളുണ്ട്, GP-കളുണ്ട്. എന്നാൽ അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായ കാര്യമാണ്. UK-യിൽ ട്രീറ്റ്മെന്റിനായുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് വലിയൊരു ബുദ്ധിമുട്ടായി ഇപ്പോൾ ജനങ്ങൾക്കിടയിലുള്ളത്. UK-യിൽ ചികിത്സകൾക്കായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം 10 ലക്ഷത്തിലധികം എന്ന കണക്കുകളാണ് ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എമർജൻസി അല്ലാത്ത അപ്പോയിന്റ്മെന്റുകൾ കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ജനറൽ പ്രാക്ടീസുകളിലും NHS ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുക, ചികിത്സ നേടുക എന്നുള്ളത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ കാര്യവുമാണ്, വലിയ എക്സ്പെൻസീവുമാണ്. UK-യിലെ ഹെൽത്ത് കെയർ ഫ്രീ ആണെങ്കിലും കണ്ണിന്റെയും പല്ലിന്റെയും ട്രീറ്റ്മെന്റുകൾ ഫ്രീ അല്ല. അതിന് പ്രൈവറ്റ് ആയി തന്നെ പോകണം. അത് എക്സ്പെൻസീവ് ആയ ഒരു കാര്യവുമാണ്. കോവിഡ് ക്രൈസിസുകൾക്ക് ശേഷം UK-യിൽ രോഗികൾ ചികിത്സകൾക്കായി കാത്തിരിക്കുന്നത് തുടരുകയാണ്. ആവശ്യമുള്ളതും അല്ലാത്തതുമായ ഒട്ടേറെ അപ്പോയിന്റ്മെന്റുകളാണ് UK-യിൽ ഇപ്പോൾ പെൻഡിങ്ങിലുള്ളത്. അതുകൊണ്ട് തന്നെ 10 ലക്ഷത്തിലധികം അപ്പോയിന്റ്മെന്റുകൾ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഉത്തരം NHS-നോ ഗവൺമെന്റിനോ ഇല്ല. അത്യാവശ്യമായ എമർജൻസി ട്രീറ്റ്മെന്റുകൾ വേഗത്തിൽ ലഭിക്കുമെങ്കിലും അത്യാവശ്യമല്ലാത്ത നോൺ എമർജൻസി ട്രീറ്റ്മെന്റുകൾ ലഭിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാമെങ്കിൽ UK-യിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. ട്രീറ്റ്മെന്റിനായുള്ള കാത്തിരിപ്പ്
വലിയ പ്രതിസന്ധി തന്നെയാണ് സാധാരണക്കാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം യുകെയിലെ ക്രൈം റേറ്റിലുണ്ടായ വർധനമാണ്. രാജ്യത്തെമ്പാടും ക്രിമിനൽ നടപടികൾ വർദ്ധിച്ചു. ഇതിനെതിരെ പോലീസിന്റെ ഒട്ടേറെ പുതിയ പ്ലാനുകൾ നടപ്പാക്കിയെങ്കിലും ക്രൈം റേറ്റ് കുറയ്ക്കാൻ പുതിയ പ്ലാനുകൾക്കൊന്നുമായില്ല എന്ന ആക്ഷേപമാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത്. ലീഗൽ മൈഗ്രേഷനും ഇല്ലീഗൽ മൈഗ്രേഷനും യുകെയിൽ ക്രമാതീതമായി വർദ്ധിച്ചത് ക്രൈം റേറ്റിലും വർധന ഉണ്ടാക്കി എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും യുകെയിലെത്തി ക്രിമിനൽ നടപടികളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നും യുകെയിൽ വന്ന് ഏതെങ്കിലും ക്രിമിനൽ നടപടികളിൽ ഏർപ്പെട്ടാൽ അവരെ അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കാനുള്ള പുതിയ പ്ലാനുകളാണ് ഇപ്പോൾ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. യുകെയിലെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ അഥവാ ജീവിത നിലവാരത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ക്രമാതീതമായി യുകെയിലോട്ടുണ്ടായ മൈഗ്രേഷൻ തന്നെയാണ്. ലീഗൽ മൈഗ്രേഷനും ഇല്ലീഗൽ മൈഗ്രേഷനും. പ്രധാന കണ്ടെത്തലുകൾ അനുസരിച്ച് പഠിക്കാനെന്ന പേരിൽ ഫാമിലിയുമായി യുകെയിൽ സെറ്റിൽ ചെയ്യാനായി ധാരാളം പേർ യുകെയിലോട്ട് എത്തിയതും അൺസ്കിൽഡ് വിസയിൽ ഒട്ടേറെ പേർ യുകെയിലോട്ട് എത്തിയതും ക്വാളിറ്റി ഓഫ് മൈഗ്രേഷനിലും വലിയ കുറവുണ്ടാക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഓരോ മെയിൻ ആപ്ലിക്കൻസിനും നിരവധി ഡിപ്പെൻഡൻസും കുട്ടികളും യുകെയിലോട്ട് എത്തിയത് ഹെൽത്ത് കെയർ സിസ്റ്റത്തെയും ബാധിച്ചു. അൺസ്കിൽഡ് ആയിട്ടുള്ള നിരവധി പേർ യുകെയിൽ ഡിപ്പെൻഡൻസ് ആയി എത്തിയതും യുകെയിലെ ജോബ് മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. നിരവധി പേർ ജോലി ഇല്ലാതെ കഴിയുന്ന സാഹചര്യവും യുകെയിൽ പൊതുവായി കാണപ്പെട്ടു. യുകെയിൽ പൊതുവായി സാലറി വർധനവ് നടപ്പാക്കിയെങ്കിലും അത് ജീവിത ചെലവുകൾക്ക് ആനുപാതികമായി സാലറി വർദ്ധിപ്പിച്ചില്ല എന്ന ആരോപണവും പൊതുവായി ഉണ്ടായി. ഉയർന്ന സാലറി ഇല്ലാത്ത ജോലികളിലോട്ട് യുകെയിൽ എത്തുന്നവർക്ക് ലണ്ടൻ ഉൾപ്പെടെയുള്ള പ്രധാന സിറ്റികളിൽ വീട് വാങ്ങുക, സെറ്റിൽ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായ സാഹചര്യമായി. യുകെയിൽ എല്ലാ മേഖലകളിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിലെല്ലാം വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായത്. ഇപ്പോൾ റോഡുകളിലാണെങ്കിൽ വാഹനങ്ങളൊക്കെ പോകുന്നു, ഹോൺ അടിക്കുന്നത് നമുക്ക് കേൾക്കാനായി സാധിക്കില്ല. അതിന് പ്രധാന കാരണം കൂടുതൽ ശബ്ദം അത് പൊല്യൂഷനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സൈലന്റ് ആയി എല്ലാ മേഖലകളും സൂക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുഖ്യ പ്രാധാന്യം നൽകുന്നു. അതിലെല്ലാം വലിയ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കുറെ കാലത്തിനിടയിലുണ്ടായി. ട്രെയിനുകളിലും ബസ്സുകളിലും ഉണ്ടായിരുന്ന ആ ഒരു സൈലൻസ് എല്ലാം മാറിയിരിക്കുന്നു. ഇതെല്ലാം യുകെയിലെ സോഷ്യൽ സിസ്റ്റത്തെയും കാര്യമായി ബാധിച്ചു. ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ ഫോണിൽ ഉറക്കെ സംസാരിക്കുക, ക്യൂ പാലിക്കാതെ മറ്റുള്ളവർക്ക് റെസ്പെക്ട് നൽകാതെ പ്രവർത്തിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ യുകെയിൽ പൊതുവായി വർദ്ധിച്ചിരിക്കുന്നു. മറ്റുള്ളവരോട് വലിയ റെസ്പെക്ട് നൽകുന്ന ഒരു സിസ്റ്റമാണ് യുകെയിൽ പൊതുവായുള്ളത്. ആ ഒരു ട്രഡീഷണൽ രീതിയാണ് രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. എന്നാൽ മൈഗ്രേഷൻ വർദ്ധിച്ചതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിലെല്ലാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മറ്റുള്ളവരോട് റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുക, മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകാതെ ക്യൂ പാലിക്കാതെ വളരെ തെറ്റായ പല കൾച്ചറുകളും യുകെയിൽ ബാധിക്കുന്നു എന്ന സർവേ റിസൾട്ടുകളും പുറത്തു വന്നു. യുകെയിൽ വീട് വാങ്ങി സെറ്റിൽ ചെയ്തിരിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് പലിശ നിരക്കുകളിലൂടെ ഉണ്ടായത്. ബാങ്കുകൾ പെട്ടെന്ന് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് കോസ്റ്റ് ഓഫ് ലിവിംഗിൽ ഉണ്ടാക്കിയത് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്, പ്രതിസന്ധികളാണ്. 2% 2.5% ഉണ്ടായിരുന്ന പലിശ നിരക്ക് 5%, 6%വുമായി വളരെ പെട്ടെന്ന് ഉയർന്നത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലോട്ട് ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബാങ്ക് ലോൺ എടുത്ത് വീട് വാങ്ങിയവർക്ക് തിരിച്ചടവിൽ വലിയ വർധനവുണ്ടാക്കി. പലിശ നിരക്ക് ഉയർന്നതുകൊണ്ട് തന്നെ തിരിച്ചടവിലുണ്ടായിരിക്കുന്ന വർധന സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. മുൻപുള്ള സാഹചര്യങ്ങളെ അപേക്ഷിച്ച് കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രമാതീതമായി വർദ്ധിച്ചത് സാധാരണക്കാരുടെ സേവിങ്സിൽ ഓരോ ദിവസവും കുറവുണ്ടാക്കുന്നു. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടേറെ അഡ്വാൻറ്റേജുകളുള്ള രാജ്യമാണ് യുകെ. അതുകൊണ്ട് തന്നെയാണ് യുകെയിൽ സെറ്റിൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് തന്നെ. ഇപ്പോൾ പുതുതായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.